നമസ്കാരം. മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ താൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് ആവർത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും രംഗത്തെത്തി. രാജസ്ഥാനിലെ റാലിയിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോഴാണ് തൻ്റെ പ്രസംഗത്തിൽ മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിക്കുകയുണ്ടായത്. അദ്ദേഹം പറയുന്നത് രാജ്യത്ത് വിഭജനത്തിന് ശ്രമം നടക്കുന്നുവെന്നാണ്. വിഭജനം എക്കാലത്തും കോൺഗ്രസിൻ്റെ അജണ്ടയാണ് എന്ന് കുറ്റപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗമെന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് ആയിരുന്നു ഇപ്പോൾ രാജ്യം ഭരിച്ചിരുന്നത് എങ്കിൽ തീവ്രവാദം തഴച്ചു വളരുമായിരുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കശ്മീരിൽ കല്ലേറ് തുടരുമായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഹനുമാൻ ചാലീസ ചൊല്ലിയതിന് പാവപ്പെട്ട കടക്കാരനെ മർദ്ദിച്ച് അവശരാക്കുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമാകാതിരിക്കുവാൻ കോൺഗ്രസ് പരമാവധി ശ്രമിക്കുന്നു. രാമനവമി ആഘോഷങ്ങൾക്ക് പലയിടങ്ങളിലും തടസ്സമുണ്ടാക്കാൻ നോക്കുന്നു. ഇവിടെ രാജസ്ഥാനിൽ രാമനവമി ആഘോഷത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഘോഷയാത്രയെ തടസ്സപ്പെടുത്തി ഹനുമാൻ ചാലീസ ചൊല്ലാനും രാമനവമി ആഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നുകൂടി പ്രധാനമന്ത്രി ആ പ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നു. രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. സത്യമാണ് താൻ പറഞ്ഞത് എന്ന്, യാഥാർത്ഥ്യമാണ് താൻ പറഞ്ഞത് എന്നും, കോൺഗ്രസിൻ്റെ ഹിഡൻ അജണ്ടയാണ് പുറത്തുവിട്ടത് എന്നുകൂടി പ്രധാനമന്ത്രി പറയുകയാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് തട്ടിയെടുക്കുക തന്നെ ചെയ്യും. പാവങ്ങളുടെ സമ്പത്തിൻ്റെ എക്സ്റേ എടുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അത്. പലവ്യഞ്ജനപ്പെട്ടിയിൽ പോലും കൈയിട്ട് വാരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. മുസ്ലിങ്ങൾക്ക് ആദ്യ പരിഗണന നൽകുമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മുസ്ലിം സംവരണം കോൺഗ്രസിൻ്റെ പ്രഥമ പരിഗണന തന്നെയാണ്. SC ST OBC വിഭാഗങ്ങൾക്ക് കോൺഗ്രസ് തുല്യ പരിഗണന നൽകുന്നുണ്ടോ? നൽകുന്നില്ല. ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പറയുന്നത് വെറുതെയല്ല എന്നും, മുസ്ലിങ്ങൾക്ക് അധിക സംവരണം നൽകുവാനുള്ള നീക്കം സുപ്രീം കോടതി ഇടപെടലാണ് തടയപ്പെട്ടതെന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. താൻ പറഞ്ഞ വാദങ്ങളിൽ പിന്നോട്ടല്ല എന്നും, താൻ പറയുന്നത് മുസ്ലിം സംവരണത്തെ മാത്രമാണ് ഉദ്ദേശിച്ചുകൊണ്ടെന്നും, മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്നും പറഞ്ഞു വെക്കാൻ വളരെ കൃത്യമായി ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിൻ്റെ ഒരു ഭരണ കാലഘട്ടമായിരുന്നു ഇതെങ്കിൽ ഇവിടെ തീവ്രവാദം തഴച്ചു വളരുമായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്രമാത്രമാണ് ഇവിടെ തീവ്രവാദികളെ കൊന്നെടുക്കാൻ കഴിഞ്ഞത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് തീവ്രവാദവും നുഴഞ്ഞുകയറ്റവും അടക്കമുള്ള തീവ്രവാദ വിഘടനവാദങ്ങൾ ഒട്ടനവധി തവണ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. നമ്മളെല്ലാം വളരെ ആശങ്കാകുലരായി അത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കാലം കുറേ മാറി. 2014 മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തി. 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു തീവ്രവാദവും ഒപ്പം തന്നെ നുഴഞ്ഞുകയറ്റവും പലതരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ. പക്ഷേ 2019 രണ്ടാം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം തീവ്രവാദ പ്രവർത്തനങ്ങൾ അടക്കം അമർച്ച ചെയ്യുന്നതിന് മോദി സർക്കാരിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്ന് എവിടെയെങ്കിലും നമ്മൾ കേൾക്കുന്നുള്ളൂ ജമ്മു കാശ്മീർ 370 നടപ്പാക്കിയ അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ട് പോലും എവിടെയെങ്കിലും തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതാട്ടോ, അക്രമങ്ങൾ നടക്കുന്നതാട്ടോ, മരണം, കൊലപാതകം അടക്കമുള്ളവ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഹൃദയഭാഗത്ത് ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ടോ? തീവ്രവാദപരമായിട്ടുള്ള ചാവേർ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ടോ? തീവ്രവാദപരമായിട്ടുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ നടന്നിട്ടുണ്ടോ? ഇന്ത്യയെ വെട്ടിമുറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കപ്പെട്ട തീവ്രവാദ വിഘടനവാദികൾ ഇന്ത്യ മഹാരാജ്യത്തെ വെട്ടിമുറിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ 5 വർഷക്കാലത്തിനിടയിൽ നടത്തുവാൻ വിഘടനവാദികൾക്കോ ഇവിടെയുള്ള തീവ്രവാദി സംഘടനകൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള മോദിയുടെ ചോദ്യം പ്രസക്തമാണ് എന്ന് പറയേണ്ടി വരുന്നു. കാരണം അത് പ്രസക്തമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്കല്ല ഞാൻ പറഞ്ഞത്. 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2014 മുതൽ 2019 വരെ ഇവിടെ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം നടത്തിയിട്ടുണ്ട്, രാജ്യത്തെ വിഘടനവാദികൾ അതിനകത്ത് കയറി അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ 2019 ശേഷമുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് കാശ്മീർ അടക്കമുള്ള വിഷയങ്ങൾ ഇടപെടുകയും 370 നടപ്പാക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നരേന്ദ്രമോദി പറയുന്ന 2019-2024 കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് ഭാരതത്തിൻ്റെ തീവ്രവാദ മേഖലയെ തകർക്കുന്നതിലുള്ള ഒരു സുവർണ്ണ കാലഘട്ടമാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് കോൺഗ്രസ് നടപ്പിലാക്കുകയാണെങ്കിൽ മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ ആദ്യം മുസ്ലിങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞതിനെയാണ് താൻ സൂചിപ്പിച്ചത് എന്നാണ് ഇവിടെ നരേന്ദ്രമോദി പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളെ പുറത്താക്കുക അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ BJPക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള തരത്തിലുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾ തികച്ചും പൊള്ളയാണ്. മുസ്ലിം സംവരണങ്ങൾ മറ്റുള്ളവരുടെ SC ST OBC അടക്കമുള്ളവരുടെ സംവരണത്തോടൊപ്പം ഉണ്ടാകുന്നുണ്ടോ? അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നുണ്ടോ? ഒന്നാമതായിട്ട് ആ SC ST OBC കൂടി സംവരണം ഉണ്ടാക്കുന്നുണ്ടോ? എങ്കിൽ മാത്രം മുസ്ലിം സംവരണത്തെയും നമുക്ക് വേണമെങ്കിൽ അതിനോട് കൂട്ടിയോജിപ്പിക്കാം എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളെ വളച്ചൊടിക്കാതിരിക്കുക.